ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്കൊരു സാരി കിട്ടിയിട്ടുണ്ട്. ആ സാരി ചുരിദാറാക്കാൻ പോവാണ്. എന്താ സാരിയുടെ പ്രത്യേകത എന്നറിയോ? എനിക്ക് സെയിലിൽ കിട്ടിയതാണ്. ഞാൻ ലൈനിങ് എടുക്കുന്നത് രാധാകൃഷ്ണയിൽ നിന്നാണ്, ചിറ്റൂർ റോഡിൽ രാധാകൃഷ്ണയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ലൈനിങ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ, അവിടെ സാരിയിൽ കുറേ സാരീസ് ഇങ്ങനെ സെയിലിൽ കിടന്നു. അങ്ങനെ കിട്ടിയ ഒരു സാരിയാണ് ദിസ് വൺ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, നിറച്ച് വർക്കൊക്കെ ഉണ്ട്. കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പോൾ നമുക്ക് ഈ സാരി ചുരിദാർ, അതായത് ഒരു ടോപ്പ്, കുർത്ത ടോപ്പ് പോലത്തെ ഒരു ചുരിദാറിൻ്റെ ടോപ്പും പിന്നെ ഒരു ദുപ്പട്ടയിൽ ഈ വർക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ വരുന്നതാണ് വിചാരിക്കണത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ, എന്തൊക്കെയാണ് ചെയ്യണേന്ന് നോക്കാം. ഈ സാരിയിൽ ആർട്ട് സിൽക്കാണ്, പക്ഷേ അതിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ട്, നല്ല വർക്കുമാണ്. അതുകൊണ്ട് ഇത്തിരി ക്വാളിറ്റി കുറവായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും ഞാൻ ചാടിയെടുത്തു. എനിവേ, ഈ സാരിയുടെ മുന്താണിയിലുള്ള വർക്ക് ദുപ്പട്ടയിൽ വരുത്താനാണ് പ്ലാൻ ചെയ്യണത്. സ്ലീവ്സും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദുപ്പട്ടയുടെ പോർഷനും മാറ്റിയിട്ട് എനിക്കൊരു A-line 3 പാനൽ A-line കുർത്തയ്ക്കുള്ള മെറ്റീരിയൽ എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. ഞാൻ ഇതിൻ്റെ മിഡിൽ പാനലാണ് ആദ്യമായിട്ട് കട്ട് ചെയ്യണത്. അതിൻ്റെ പാറ്റേൺ ആണ്, ഒരു ബ്രൗൺ പേപ്പറിലാണ് പാറ്റേൺസ് നമ്മൾ കട്ട് ചെയ്ത് സൂക്ഷിക്കാറുള്ളത്. കുറച്ച് കട്ടിയുള്ള ബ്രൗൺ പേപ്പറാണത്. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പാറ്റേൺ മേക്കിംഗ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തതാണ്. 4 സൈഡ് പാനൽസും ഒരേ അളവാണല്ലോ, അപ്പോൾ അതിനായിട്ട് സൈഡ് പാനൽ ഒരെണ്ണം പാറ്റേൺ കട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോണത്. അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള പാറ്റേൺസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. മിഡിൽ പാനൽ ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട്, സൈഡ് പാനൽ ഫ്രണ്ടിലത്തെ 2 സൈഡിലേക്കും ബാക്കിലത്തെ 2 സൈഡിലേക്കും. അടുത്തായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ബ്ലൗസ് പീസ് ഉള്ളതാണ് ഈ സാരിക്ക്. സോ ബ്ലൗസിൻ്റെ ആ എഡ്ജസ്റ്റിലുള്ള വർക്ക് വരുന്ന രീതിയിൽ ഞാനൊരു 3/4 സ്ലീവിനായിട്ട് കട്ട് ചെയ്യാണ്. ഇനി ഞാൻ ദുപ്പട്ട കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. 2.4 മീറ്റേഴ്സാണ് എനിക്ക് ദുപ്പട്ട വേണ്ടത്. അതിൻ്റെ കൂടെ ആ കട്ട് ചെയ്ത ഭാഗത്തേക്കുള്ള ബോർഡർ ദുപ്പട്ടയുടെ കൂടെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ദുപ്പട്ട കട്ട് ചെയ്തതിന് ശേഷം ആകെ ഒരു ചെറിയ പീസ് മാത്രമേ ബോർഡർ കിട്ടിയുള്ളൂ. പക്ഷെ ആ ബോർഡർ ഞാൻ യോക്കിൻ്റെ ഭാഗത്തായിട്ടാണ് പിടിപ്പിക്കാൻ പോണത്. 3 പാനലിൽ സൈഡ് പാനൽസിൽ ജോയിൻ ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എനിക്ക് 2.5 മീറ്റർ ഫാബ്രിക് തികഞ്ഞില്ല ആക്ച്വലി ലൈനിങ്ങിനായിട്ട്. 3 പാനൽ കുർത്തിക്ക് 2.5 മീറ്റർ ഫാബ്രിക് അത്ര പോരാ ലൈനിങ്ങിന്. അതുകൊണ്ട് എനിക്ക് പക്ഷെ സാരിയിൽ നിന്ന് കുറച്ച് പീസസ് ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മിഡിൽ പാർട്ടിൽ കുറച്ച് ഭാഗം ആ സാരിയുടെ പോർഷൻ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ കറക്റ്റായിട്ട് സൈഡ് പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. മിഡിൽ പാർട്ടിലേക്ക് കുറച്ച് ജോയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ 3 പാനൽ കുർത്തി അയക്കുമ്പോൾ ലൈനിങ് ഇടുന്നുണ്ടെങ്കിൽ 2.5 മീറ്ററിന് പകരം ഒരു 3.25 മീറ്ററോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ നല്ലതായിരിക്കും. ബോർഡർ ഞാൻ സൈഡ് പാനൽസിലാണ് അറ്റാച്ച് ചെയ്യണത്. യോക്കിൻ്റെ പോർഷനിൽ സൈഡ് പാനലിലാണ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ സൈഡ് പാനലിൻ്റെ ബോർഡർ വന്ന് എൻഡ് ചെയ്യണ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തത്. സ്റ്റോൺസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. പൊതുവെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണ ഭാഗത്ത് സ്റ്റോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റേ ഹാമറിന് അടിച്ച് സ്റ്റോൺസ് ഒക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പം എനിക്കതൊന്നും വേണ്ടി വന്നില്ല, കാരണം ഞാൻ സ്റ്റോൺസിൻ്റെ മുകളിൽ കൂടി വളരെ കുറച്ച് ഭാഗത്തേക്ക് കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ സൂചിയൊന്നും ഒടിഞ്ഞില്ല, വലിയ കുഴപ്പമില്ലാണ്ട് സ്റ്റിച്ച് ചെയ്ത് പോയി. ടോപ്പിന് ശേഷം ഞാൻ ദുപ്പട്ട ഫിനിഷ് ചെയ്യാൻ പോവാണ്. ദുപ്പട്ടയുടെ ഒരു സൈഡിലുള്ള ബോർഡർ നമ്മൾ അറ്റാച്ച് ചെയ്യാനുണ്ട്. സോ അതിൻ്റെ കോർണേഴ്സ് നമുക്ക് ആംഗിളിൽ സ്റ്റിച്ച് ചെയ്ത് ആ ബോർഡർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഇതിൽ ഇത്തിരി ടഫായിരുന്നു, കാരണം കൂടുതലും സ്റ്റോൺസ് ഉള്ള ഭാഗമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.
ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്, ഈ സാരി എനിക്ക് കിട്ടിയത് 500 രൂപയ്ക്കാണ്. അതിൻ്റെതായിട്ടുള്ള ചെറിയ ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും MRP 3000+ ആണ്. അപ്പോൾ 500-ന് കിട്ടിയതിൻ്റെതായിട്ടുള്ള ചെറിയ ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ചെറിയ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു സൽവാറാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ?